ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും. നമുക്കിവിടെ സുഖമായിട്ട് എല്ലാവരും ഹോസ്പിറ്റലിൽ കൂടെയൊക്കെ ആയിരുന്നു. ഞാൻ മേപ്പാടിയിലായിരുന്നു, 2-3 ദിവസം അവിടെയായിരുന്നു. അവിടെ അഡ്മിറ്റാക്കിയിരുന്നു. അപ്പം വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സുഖമില്ലാതെ, അമ്മയ്ക്ക് BP കൂടുതൽ, സോഡിയം കുറഞ്ഞു പോകുന്നു, അങ്ങനെയെല്ലാം പ്രശ്നമായിട്ട് അമ്മേനെ കൊണ്ട് ഇവിടെ പേരാവൂർ രശ്മി ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞ് ചെറിയൊരു ഇടവേള കിട്ടിയപ്പം എൻ്റെ കൂട്ടുകാരെ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് കണ്ടപ്പോൾ കുറേ ദിവസമായില്ലേ വന്നിട്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാനൊരു വന്നതാണ്, കൂട്ടുകാരെ കാണാൻ വേണ്ടി. അപ്പം ഞാൻ ഓർത്തു കുറച്ച് ഇതുണ്ടായിരുന്നു, മുഴയഞ്ചി മേടിച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുക എല്ലാം കഴിക്കാം, നമുക്ക് ചക്ക ബിരിയാണി അങ്ങ് ഉണ്ടാക്കിയാലോ എന്ന് ഓർത്തു. കുറച്ച് ചക്ക ഉണ്ടായിരുന്നു, അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചത്. അപ്പം ഞാൻ ഓർത്തു അതിൽ നിന്നാണ് കിട്ടി, ഞാൻ എടുത്തു വെച്ചായിരുന്നു. ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇതായ കാരണം അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയത്. അപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഓർത്തു ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് ഓർത്തു. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് അറിയുകയൊക്കെ ചെയ്യാം, എന്നാലും എൻ്റെ ഒരു സന്തോഷം എൻ്റെ കൂട്ടുകാരെ കാണിക്കുന്നല്ലേ. അപ്പം ഞാൻ ഓർത്തു എൻ്റെ കൂട്ടുകാരെയും കൂടെ കൊണ്ടുപോയി നമുക്ക് ഒന്നിച്ച് ഉണ്ടാക്കണം. അപ്പം മുഴയഞ്ചെല്ലാം മുമ്പ് മേടിച്ചുകൊണ്ട് വന്ന് 1.5 കിലോ കേട്ടോ, കഴുകി വൃത്തിയാക്കി വെച്ച. പിന്നൊരു ഉടുമ്പോണം ഉണ്ടാവുമല്ലോ, അപ്പം വിനാഗിരിയും തൈരൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചേക്കും. അപ്പം അതിന് വേണ്ട സാധനങ്ങളൊക്കെ ആദ്യം നമുക്ക് എല്ല് വേവിച്ചെടുക്കാം. മുഴയഞ്ചി വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചക്കയ്ക്കുള്ളതും എടുക്കാം. പെരിഞ്ജീരകം, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം 1.5 കിലോയ്ക്ക് വേണ്ട. എരിവ് ഇച്ചിരി നന്നായിട്ട് വേണം കേട്ടോ, എല്ലുകറിയൊക്കെ വെക്കുമ്പോൾ നല്ല എരിവൊക്കെ വേണം. കറിക്ക് ഇറച്ചി മീനൊക്കെ കറി വെക്കുമ്പോൾ നല്ല എരിവൊക്കെ വേണം, എന്നാലാണ് അതിലൊരു ഇതുണ്ട്, ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് എണ്ണയില്ലാതെ പൊടി വറുത്തെടുക്കാം. എണ്ണ കൂട്ടുന്നില്ല. പിന്നെ ബീഫ് മസാലേൻ്റെ കൂട്ട് ഉണ്ട് കേട്ടോ, ബീഫ് മസാല ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ എൻ്റെ കൂടെ വരണേ, ലാസ്റ്റ് വരെ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് പോയാലോ വീഡിയോയിലേക്ക്, ബാ. അങ്ങനെ ചീഞ്ചട്ടി വെച്ചോട്ടെ, ചൂടായിക്കോട്ടെ, നന്നായിട്ട് ചൂടായിട്ട് നമുക്കിടാം. അപ്പം ചൂടായി, നമുക്ക് പൊടികളൊക്കെ ഇടാം കേട്ടോ. ഞാൻ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് ബീഫ് മസാലപ്പൊടിയും കൂടി ഇടാം. തീ കുറച്ചിട്ട് വേണം കേട്ടോ പൊടിയൊക്കെ ഇടാൻ വേണ്ടിയേ. പാക്കറ്റേലൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മൂക്കട്ടെ കേട്ടോ, എണ്ണയൊന്നും ഒഴിക്കരുത്. എണ്ണ വേണ്ടുന്നവർക്ക് ഒഴിക്കാം കേട്ടോ, നമ്മൾ ഒഴിക്കുന്നില്ല എന്നിട്ടാട്ടോ. നെയ്യുണ്ട് നന്നായിട്ട് ബീഫേൽ, അപ്പം നെയ്യും എണ്ണയും കൂടി ആകുമ്പോൾ ശരിയാവില്ല. കുറച്ച് മുഴയഞ്ചിനൊക്കെ നെയ്യ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അതിന് പൊടി ആദ്യം വറക്കട്ടെ എന്ന് ഓർത്തിട്ടാട്ടോ. അങ്ങനെ നമ്മുടെ പൊടി മൂത്തു കേട്ടോ. പൊടി തീ ഓഫാക്കട്ടെ. പാത്രത്തിലേക്ക് മാറ്റാം. ചീഞ്ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് കൂടുമ്പോൾ പിന്നെ കരിഞ്ഞു. ഫ്ലക്കർ ഒരു ശരിയാവും. എല്ലേറി വെക്കാൻ നേരത്ത് 4 സവോള അരിഞ്ഞത്, അത് നൈസായിട്ട് അരിയൊന്നും വേണ്ട കേട്ടോ, ഇതിൻ്റെ അകത്ത് കിടന്ന് വേവ്. എന്നാലും വലിയ ചക്ക മുഴുപ്പിലൊന്നും ഇടരുത്, നോർമൽ കണ്ടീഷൻ ഇത്രയും വലിപ്പത്തിൽ അരിഞ്ഞിട്ട്. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഈ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, വലിയ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. എല്ലൊക്കെ നന്നായിട്ട് വേവണ്ടേ, അപ്പം നമുക്ക് ഇനി ഇതെല്ലാം കൂടി ഇതിലിട്ട് തിരുമ്മി വെക്കാം. എല്ലിട്ടോ ഇവിടെ ഇളക്കാൻ നന്നായിട്ട് തിരുമാൻ സുഖമല്ലേ എന്ന് ഓർത്തിട്ടാട്ടോ. ഇനി ഉള്ളി, പച്ചമുളക് ഒക്കെ ഇടുവാണ്. ഇഞ്ചി 4 ഉള്ളി എടുക്കണം കേട്ടോ, മീഡിയം സൈസിൽ.
കരിവേപ്പിലയൊക്കെ നന്നായിട്ട് ഇട്ടോട്ടോ. ഇനി നമുക്ക് പൊടിയിടാം. നന്നായിട്ട് തിരുമാം നമുക്ക്. പിന്നെ ഇതിൻ്റെ കൂടെ എണ്ണ വേണ്ടുന്നവർക്ക് എണ്ണ ഒഴിക്കുക കേട്ടോ. ഞാൻ ഒഴിക്കുന്നില്ല എന്ന് വെച്ചിട്ട് നല്ല നെയ്യുണ്ട്. ഒന്നാമത് ഓൾറെഡി അമ്മമാർക്കൊന്നും ഇതായിട്ടിരിക്കുന്നില്ല. അപ്പോൾ പിന്നെ അധികം എണ്ണ വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം. എണ്ണ ഒഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ എണ്ണ ഒഴിക്കുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാം റെഡിയായി കേട്ടോ. ഇതുണ്ടോ, എല്ലാം സെറ്റാക്കി വെച്ചു. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. ഇതൊന്ന് അടച്ച് വെക്കാം. ഒരു 8 വിസിൽ പോയി കഴിയുമ്പോൾ നമുക്ക് എന്നാലും നന്നായിട്ട് വേവട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചക്ക വേവിക്കുന്നത് കാണിച്ചു തരാം. അങ്ങനെ നമുക്ക് ബീഫ് മുഴയിൻ്റെ അടുപ്പത്ത് വെച്ച് ഇനി നമുക്ക് ചക്കയ്ക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാം. ഒരു തേങ്ങ ചതച്ചെടുത്ത് അത് കൊത്ത് ആയിട്ടിങ്ങ് വന്നു. അപ്പം ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ. പച്ചമുളക്, കുറച്ച് ജീരകം. ചക്കേൻ്റെ ഇതെല്ലാവർക്കും അറിയാമല്ലോ, ചക്ക വേവിക്കാനൊക്കെ. അപ്പം ആ ഇത് അരപ്പ് തന്നെ നമുക്ക് വെക്കണം. ഞാൻ ഓർത്ത് ഓണാക്കി വെച്ചു എന്ന് ഓർത്തുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുകയല്ല. തേങ്ങ അത് നോക്കുമ്പോൾ ഓണാക്കിയില്ലല്ലോ എന്ന് ഓർത്ത് പിന്നെ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു. തേങ്ങ, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി കേട്ടോ, കുറച്ച് കരിവേപ്പില. പിന്നെ ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് ഒതുക്കി കൊണ്ടുവരാം. പിന്നെ ചക്ക വേണ്ട ഇതെന്താ നമുക്ക് ഒതുക്കി കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒതുക്കാമേ. കുറച്ച് ഉപ്പും കൂടി ഇടാം. ഓവർ ഉപ്പിടല്ലേ, ഇതിൻ്റെ അകത്ത് എല്ലിൻ്റെ അകത്തുണ്ടല്ലോ. നമുക്കിത് മതി കേട്ടോ, ബാക്കി അതിൽ ഉള്ളത് കൊണ്ട്. ഇനി ഞാനിത് ഒതുക്കി കൊണ്ടുവരട്ടെ. പിന്നെ കുരുമുളകുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചക്ക ഇവിടെ എല്ലാം ആക്കി വെച്ചേക്കുന്നില്ലേ. അപ്പം അതിനുള്ള മസാലയൊക്കെ എടുത്തുകൊണ്ട് അരച്ചൊതുക്കിക്കൊണ്ട് വന്ന് നമുക്ക് ഇതിലേക്ക് ഇടാം. നിരത്തി ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ കരിവേപ്പില ഒതുക്കാനെടുത്തു. എന്നാലും കുറച്ചും കൂടി ഇടണം കേട്ടോ. കരിവേപ്പില എത്ര ഇടുന്നു അത്രയും നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. നമ്മുടെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അങ്ങനെ എല്ലാം ആക്കി ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം കേട്ടോ. അങ്ങനെ ചക്കയും എല്ലും വേവട്ടെ, രണ്ടും വെന്തിട്ട് നമുക്ക് അടുത്ത് കാണാം. നമ്മുടെ ചക്ക വെന്തോ നോക്കാമേ. ചക്ക വെന്ത് കേട്ടോ. കുറച്ചാരും കേൾക്കുന്നില്ല അല്ലേ. ചക്ക വെന്തു. ഇനി നമുക്ക് എല്ലും കൂടെ വേവട്ടെ. അങ്ങനെ നമ്മുടെ ചക്ക ബിരിയാണി കേട്ടോ. എല്ലാം ഇതിലേക്ക് ഇട്ടേ, നമുക്ക് ഇറക്കട്ടെ. നന്നായിട്ട് ഇറക്കി പച്ച വെളിച്ചെണ്ണ വേണ്ടവർക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. അപ്പം നല്ല പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ നെയ്യൊക്കെ കൂടുതലുള്ളത് കൊണ്ടാണ് ഒഴിക്കാത്തത്. അപ്പോൾ അടിപൊളിയായിട്ട് ചക്ക ബിരിയാണിയായി കേട്ടോ. അപ്പം ഞാൻ കഴിച്ച് കാണിച്ചു തരാം. കേട്ടോ. അടിപൊളി കേട്ടോ.
നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാ ഒരു എല്ലല്ല, ബീഫ് അതിൻ്റെ അകത്തുള്ളത്. ചൂട് അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കണേ. എണ്ണ വേണ്ടുന്നവർക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ പൊടി വറക്കുന്നത് എണ്ണ കൂട്ടി ഒഴിക്കാം, വറുത്തെടുക്കാം. പിന്നെ വാങ്ങാൻ നേരത്ത് ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് മറുപടി പറയണം, മെസ്സേജ് വിടണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ബായ്.